Next question is, given below is a method to find the product 36 into 28. ഇവിടെ നമുക്ക് 36 into 28 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല we have given. Okay, so we have to find ഈ ഒരു മെത്തേഡ് എന്താണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് 36 into 28, ഈ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പ് അതിൽ ചെയ്യേണ്ടത് ടെൻസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 into 2 മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആദ്യം 3യെയും 8നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് ആദ്യത്തെ നമ്പറിൽ ടെൻസിൻ്റെ പ്ലേസിലുള്ള 3യെയും രണ്ടാമത്തെ നമ്പറിൽ വൺസിൻ്റെ പ്ലേസിലുള്ള 8നെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 into 8. ഓക്കെ, പ്ലസ് ഈ 3 into 8നോടൊപ്പം എന്ത് ആഡ് ചെയ്യണം? ഈ മിഡിലുള്ള, അതായത് ആദ്യത്തെ നമ്പറിൽ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പറും രണ്ടാമത്തെ നമ്പറിൽ ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് ഈ വൺസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6 into 8. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് ടെൻസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ 3യും 8ഉം പ്ലസ് 6 into 2 ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പിൽ 6 into 8ഉം ചെയ്തു. ഓക്കെ, സോ ഇനി വാട്ട് ഈസ് ആർ നെക്സ്റ്റ് സ്റ്റെപ്പ്? ദാറ്റ് ഈസ് 3 into 2. ഈ 3 into 2 ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് 6. ഈ 6നെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണോ കിട്ടിയത് അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ 8 into 3 is 3 into 8 is 24. 24 plus 6 into 2 is 12. So the answer is 36. സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന നമ്പർ എന്താണോ അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന നമ്പറെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി തേർഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന നമ്പർ അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന നമ്പർ അതുപോലെ തന്നെ എഴുതാം. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, 6 into 100 is 600 plus 36 into 10 is 360 plus 48. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1008. ദിസ് ഇസ് 36 into 28. 36 into 28 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 1008. ഓക്കെ, this is our method. Here we have to use this result to check for another numbers. Let us consider another two numbers that are 13 and 24. 13 and 24. We have to find the product of 13 into 24. Okay, this is our next question. 13 into 24. ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ടെൻസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 2 ഈക്വൽ ടു 2. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 and 4 മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 4 പ്ലസ് 3 into 2. 3 into 2. ഓക്കെ, ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് ടെൻസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 4. ഓക്കെ,
നെക്സ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്ന നമ്പർ ഏതാണോ അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് 1 into 4 plus 3 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 plus 6 ഈക്വൽ ടു 10. ഈ 10നെ 10 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണോ കിട്ടിയത് അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് 3 into 4 ഈക്വൽ ടു 12 അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 200 പ്ലസ് 200 പ്ലസ് 10 into 10 is 100 plus 24. So the answer is 324. Okay, so this is our result. We can use the same method to find any products. Okay, so now we have to generalize this concept. Okay, we have to generalize this concept using algebra. Okay, so let us take two numbers mn and pq. Okay, let us take two numbers mn and pq. We know that any two digit numbers can be represented in the form 10m plus 10m plus n, because if 31 can be written as 10 into 3 plus 1. Okay, so here m is 3 and n is 1. Okay, any two digit number 42 equal to 10 into 2 plus 1. ഏതൊരു ടു ഡിജിറ്റ് നമ്പറിനെയും നമുക്ക് 10m plus n ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ let us consider two numbers mn and pq. Okay, so ഈ mnനെ നമുക്ക് എന്തായിട്ട് എഴുതാം? 10m plus n ആയിട്ടും and pq is 10p plus q ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. and the product, we have to find the product of these two numbers, that is equal to 10m into 10p equal to 100 mp plus 10m into q equal to 10 mq and n into 10p equal to 10 np plus n into q equal to nq. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. 100 mp plus 10 mq plus 10 np plus nq. ഓക്കെ, സോ നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് mn. We have to find the product mn. mn. Okay, so mn into pq. ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത സ്റ്റെപ്പ്, അതായത് ടെൻസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, സോറി, m into p. ഓക്കെ, ഇതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 mp. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ m into q plus n into p. mp mq plus np into 10. And next step is n into q. So nq. Okay, so by solving these, by adding these three terms, we get the same result as this. ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. 100 mp plus 10 mq plus 10 np plus nq. ഓക്കെ, ഇത് തന്നെ ആയിരിക്കും നമുക്ക് റിസൾട്ട്. അങ്ങനെ നമുക്ക് ആൾജിബ്രയ്ക്കലി ഈ ഒരു റിസൾട്ട് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ.